Hi friends, welcome to Vidhu's Easy Cooking. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അതായത് സോയ ചങ്ക്സ് കൊണ്ട് ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സോയ ചങ്ക്സ് ഫ്രൈ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 2 കപ്പ് സോയ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരു 5-6 തവണ നന്നായിട്ട് കഴുകി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വലിയ പീസായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ചെറിയ പീസാണ്, ഇപ്പോൾ ഒരു കടലയുടെ വലിപ്പമുള്ളൂ, അങ്ങനെയുള്ളതാണിത്. നമുക്ക് വേണമെങ്കിൽ വലുതും ഇതുപോലെ യൂസ് ചെയ്യാം. വലുതാണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ വലുതായിട്ടിടാം. ഇല്ല, ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കഷ്ണമാക്കിയിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതാണ്. ഇതിപ്പോൾ 2 കപ്പ് സോയ ചങ്ക്സാണ് ഞാൻ എടുത്തത്. വെള്ളത്തിലിട്ട് നല്ല കുതിർത്ത് ഇതുപോലെ സോക്ക് ചെയ്ത് നല്ലപോലെ കഴുകി മാറ്റി വെച്ചതാണ്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാകാൻ വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് കുറച്ചുകൂടി നല്ലത്, നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ്. ഞാനിവിടെ 2 ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവോളയുടെ അളവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ വഴന്നു വരുന്ന സവാളയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. സവാള ഒരു പകുതി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരച്ച് പേസ്റ്റ് പരുവത്തിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുക്കറിലാണ് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വിസിലെല്ലാം പോയ ശേഷം ഒന്നും കൂടി ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറഞ്ഞത്. നമുക്കതൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ട് നല്ലപോലെ. എന്നാലും ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം പോലെ നിൽക്കാൻ പാടില്ല, നല്ലപോലെ ഡ്രൈ ആവണം. ഒരല്പം തീ കൂട്ടുക. തീ കൂട്ടുകയെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നതിന് ശേഷം 2 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. എന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2-3 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറയ്ക്കാം. ഇതിൽ ഇപ്പം നല്ല എരിവുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളക് പൊടി ആകുമ്പോഴത്തേക്കും നല്ല സ്പൈസിയാണ്. അപ്പോൾ അത്രയും സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കുറച്ചിട്ടാൽ മതിയാവും. നന്നായിട്ട് ഇളക്കുക. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ലൊരു മണം ഉണ്ടാവും. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്കിതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.